മലയാളത്തിന്റെ പ്രിയ താരം രശ്മി ബോബൻ. എനിക്കൊന്ന് കോഴിക്കോട് കണ്ണൂർ എന്നൊക്കെ പറയുമ്പോ ഫുഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഏത് പായസം ബോബൻ സാറിന് പരിപ്പ് പ്രഥമൻ ബുദ്ധിമുട്ടുള്ള കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഇന്നിപ്പോ ഇവിടെ കുക്കിങ്ങിന് എനിക്കൊരു സഹായം ഉള്ളതുകൊണ്ടാണ് എനിക്ക് സന്തോഷമല്ലേ ഉള്ളു. വേണമെങ്കിൽ എന്നെ വിളിച്ചോട്ടോ. ബോബൻ സാറിന്റെ അടുത്ത പ്രൊജക്ട് പ്ലാസ് നേരത്തെ പറഞ്ഞല്ലോ എന്തോ ചെയ്യാൻ ഇഷ്ടമാണെന്ന്. ഇളക്ക് വെൽക്കം ടു ഈസ്റ്റേൺ രുചിയോണം പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ. അങ്ങനെ 5ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 4 എപ്പിസോഡ് ഗംഭീര റെസ്പോൺസ് ആട്ടോ എനിക്ക് കിട്ടിയത്. ഈസ്റ്റേൺ രുചിയോണത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളി എക്സ്പേർട്ടിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇന്നൊരു കൂട്ടുകറിയാണ് ഈസ്റ്റേൺ രുചിയോണത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഗസ്റ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഏവരുടെയും ഒരു പ്രിയ താരമാണ്. ഒരുപാട് സിനിമയിലൂടെയും സീരിയലിലൂടെ ഒക്കെ നമ്മളെ എന്താ പറയാ നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരു അതുല്യ പ്രതിഭയാണ് നമ്മുടെ മലയാളത്തിന്റെ പ്രിയ താരം രശ്മി ബോബൻ. ഹലോ ചേച്ചി, നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ഈസ്റ്റേൺ രുചിയോണം. താങ്ക് യു. നല്ല സുന്ദരിയായിട്ടുണ്ട്. തിരിച്ചും നല്ല കളർഫുൾ സുന്ദരിയായിട്ടുണ്ട്. പച്ചയും അല്ലെ, പച്ചയും ചുവപ്പും. അതെ, ചുവപ്പും മഞ്ഞ എല്ലാം കൂടെ ഇരിക്കട്ടെ. എന്തൊക്കെയുണ്ട്, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഞങ്ങളുടെ ഓണം അത്തം മുതൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന ഓണാണ് അമൃത ടിവിയുടെ. അപ്പൊ ചേച്ചിയുടെ ഓണം എങ്ങനെയാണ്, എവിടം വരെയായി? ഇത്തവണത്തെ ഓണത്തിന്റെ സന്തോഷം എന്താന്ന് വെച്ചാൽ എനിക്ക് അമൃത ടിവിയോടൊപ്പം എന്റെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഈസ്റ്റേൺ രുചി ഓണത്തിൽ എന്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ഒരു വിശേഷം. പിന്നെ എനിക്ക് ഒരാളെയും കൂടെ ഒന്ന് തിരക്കണം ഈ ഒരു അവസരത്തിൽ തോന്നുകയാണ്. കാരണം നമ്മുടെ എവരെയും പ്രിയപ്പെട്ട ബോബൻ സാറിന് സുഖാണോ? പുള്ളി സുഖമായിട്ടിരിക്കുന്നു. പുതിയ പ്രൊജക്ട് ഒക്കെ ഫൈനൽ ഡ്രാഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിനെ കാണുമ്പോ ബോബൻ സാറിനെ ചോദിച്ചില്ലെങ്കിൽ മോശമല്ലേ? അതെ, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, എല്ലാരും ഫസ്റ്റ് കണ്ട ആദ്യം ചോദിക്കുന്ന ബോബൻ ചേട്ടൻ, ഞാൻ പേരിന്റെ ഒപ്പം ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഒരു ഹിന്റ് കൊടുത്തു. കാരണം പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ ദിവസം ഈസ്റ്റേൺ രുചിയോണത്തിൽ എന്താണെന്ന്. അപ്പൊ ഞാൻ ആദ്യം തന്നെ അവർക്ക് ഒരു ഹിന്റ് കൊടുത്തിരുന്നു. കൂട്ടുകറിയാണ്. ഓക്കെ, അപ്പൊ കൂട്ടുകറിയുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തിയാലോ? കൂട്ടുകറി തന്നെ. ഇപ്പൊ കൂട്ടുകറി ആയാലും അവിയലായാലും ഞാൻ കണ്ണൂരുകാരിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് സെറ്റിൽ ആയത് ട്രിവാൻഡ്രത്ത്. അപ്പൊ ഈ പറയുന്ന പോലെ എല്ലാ വിഭവങ്ങൾക്കും ഓരോ പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ കണ്ണൂർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങള് തിരുവനന്തപുരത്ത് വരുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഇന്ന് കൂട്ടുകറി എനിക്കറിയാവുന്ന രീതിയിൽ കണ്ണൂർ സ്റ്റൈലിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ സ്റ്റൈലിലാണ് വെക്കുന്നത്. എനിക്കൊന്ന് കോഴിക്കോട് കണ്ണൂർ എന്നൊക്കെ പറയുമ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഭാഗ്യം, എനിക്ക് ടേസ്റ്റ് ചെയ്യാനും പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി ചേച്ചി തന്നെ പരിചയപ്പെടുത്തിട്ടോ. ഫസ്റ്റ് നമ്മള് യൂസ് ചെയ്യുന്നത് വേവിച്ച കടലയുണ്ട്, ചേന, കുമ്പളങ്ങ, കായ, പടവലങ്ങ. ഇതാണ് നമുക്ക് വേവിക്കേണ്ട സാധനങ്ങൾ. ഓക്കെ, വേവിക്കേണ്ട സാധനങ്ങൾ ഇത്രയും സാധനങ്ങളാണ്. അതോടൊപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ്റ്റേണിന്റെ മുളക് പൊടി, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി, പിന്നെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്തിരി ശർക്കര, വറ്റൽ മുളക്, തേങ്ങ ചിരവിയത്. അരപ്പിന് വേണ്ടുന്നത് തേങ്ങ വേണം, ജീരകം വേണം. നമുക്ക് ആദ്യം ചേനയാണ് ഏറ്റവും കൂടുതൽ വേവുള്ള സാധനം. അതിനെ നമുക്ക് ആദ്യം വേവിക്കാൻ വെക്കാം. ഓക്കെ, ചേന വേവിക്കാനായിട്ടാട്ടോ ആദ്യം ഇടുന്നത്. കാരണം ഏറ്റവും വേവുള്ളത് ചേനക്കാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കായ വേവിക്കാം. ഓക്കെ, അതൊന്ന് വേവാൻ അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു കുക്കിംഗ് ആണ് ഈ കൂട്ടുകറി എന്നൊക്കെ പറയുന്നത്. നമുക്ക് അത്യാവശ്യം കുറച്ച് ക്ഷമയൊക്കെ വേണം അല്ലെ? ഈ പറയുന്നത് നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കുക്കറിലും ഉണ്ടാക്കാം. അതെ, ഞങ്ങൾക്കിപ്പോ സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചല്ലേ. ഓണാകുമ്പത്തിന് വീട്ടിൽ എല്ലാരും തന്നെ ഉണ്ടാവും. അപ്പൊ ഓരോരുത്തരായിട്ട് സംസാരിച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലെ? പണ്ടത്തെ ഈ ഓണത്തിന് എന്ന് പറയുമ്പോൾ ബന്ധുക്കളെല്ലാം അതെ. അപ്പൊ നമുക്ക് ഈ സദ്യ ഉണ്ടാക്കുന്ന ഒരു ടാസ്ക് അല്ല, അതൊരു എന്റർടൈൻമെന്റ്. അതായത് ഇത്ര ആളുകൾക്ക് ഇന്ന സാധനം വിഭജിച്ചു. അതൊക്കെ നല്ല കുറെ ഓർമ്മകളാണ്. ഓണത്തിന് കണ്ണൂര് പോവോ ചേച്ചി? എല്ലാ ഫെസ്റ്റിവലിനും
എല്ലാ ഫെസ്റ്റ് എല്ലാ അതായത് ഷൂട്ട് ഇല്ലെങ്കിൽ ആ നമുക്ക് ഓണം വിഷു ഒക്കെ മിക്കവാറും സെറ്റിലാണ്. അതെ. പക്ഷെ എന്നാലും പറ്റുന്ന അവസരത്തിൽ അത് ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ നോക്കാറ്. ഓ കണ്ണൂർ സ്ലാങ്ങിൽ ഒന്ന് സംസാരിച്ചൊന്ന് കേക്കട്ടെ. എന്നാ ഞാൻ കണ്ണൂരിൽ നിന്ന് ഭാഷയിൽ പറയണേ എനിക്ക് മനസ്സിലാവോ ഞാൻ പറയുന്നത്? അതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ തന്നെ ഒരു കണ്ണൂരല്ലേ. കണ്ണൂര് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കണക്ഷൻ നിൽക്കുണ്ടോ? എന്റെ ഭർത്താവ് അവിടെ. ചേച്ചി എന്തിനാ അത് തന്നെ എടുത്ത് ചോദിച്ചേ? ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാല് ബോബൻ പത്തനംതിട്ടയാണ്. അപ്പൊ ഇതുപോലെ പുള്ളി ആദ്യമായിട്ട് നാട്ടിലൊക്കെ വരുമ്പം വീട്ടിലെല്ലാരും സംസാരിക്കും ഭയങ്കര സ്പീഡായിട്ടുള്ള, അതും കണ്ണൂർ ഭാഷ ഭയങ്കര സ്പീഡിൽ പറയും. നീ ഇപ്പൊ വന്നിന് കുറച്ചുണ്ടാ പോകുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ പറയും പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പിന്നെ അത്യാവശ്യം പഠിച്ചു. ഇപ്പൊ പഠിച്ചു. ബസ്സിലൊക്കെ കയറുമ്പോ ഭയങ്കര ഭയങ്കര ബെങ്കി ബെങ്കി വേഗം കയറൂ വേഗം ഇറങ്ങൂ എന്നതിന്റെ ഷോർട്ടാണ്. ഓക്കെ. അത്യാവശ്യം എല്ലാം പഠിച്ചു. ഇപ്പൊ അത്യാവശ്യം പിള്ളേർ എങ്ങനെയാ സംസാരിക്കുന്നത്? മിക്സ് ആണ്. ഇപ്പൊ കൊച്ചിയിലല്ലേ സെറ്റിൽ? രണ്ട് മക്കളും കൊച്ചി ഭാഷയാണ്. കൊച്ചി ഭാഷയാണ്. കണ്ണൂർ, അച്ഛന് തിരുവനന്തപുരം പത്തനംതിട്ട ഭാഷ, മക്കൾക്ക് കൊച്ചി. ഓ എല്ലാം കൂടെ മിക്സ്. അവിയലാക്കി. അതെ, കൂട്ടുകറി പോലെ എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് നിൽക്കുകയാണ്. ബോബൻ സാറിന് ഏറ്റവും ഫേവറേറ്റ് ഏതാണ്? ഓണസദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബോബൻ സാർ പായസം. ഓക്കെ, ഏത് പായസം ബോബൻ സാറിന് ഏറ്റവും ഇഷ്ടം? പരിപ്പ് പ്രഥമൻ. ബുദ്ധിമുട്ടുള്ള ഏറ്റവും ഇഷ്ടം പായസമൊക്കെ ആയിരുന്നു. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. പരിപ്പ് പ്രഥമൻ. ഓ അത്യാവശ്യം ചേച്ചി എന്നെ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയൊന്നുമില്ല, എന്റെ അമ്മ ഉണ്ടാക്കി കൊടുത്താലും. ആരുണ്ടാക്കി പോകുമ്പോ ആദ്യം അമ്മ ബോബന് ഇഷ്ടമുള്ള പരിപ്പ് പ്രഥമൻ അമ്മ ഉണ്ടാക്കി. മക്കൾക്കോ? മക്കൾക്ക് ഈ പറയുന്ന പോലെ സദ്യയോട് അത്ര വലിയ താല്പര്യം പായസത്തിനോടാണ്. ഓക്കെ, ജെൻസി വൈബ്സിനൊക്കെ അങ്ങനെ ഒക്കെ അല്ലേ? ജെൻസികളുടെ ഓണം എങ്ങനെയുണ്ട്? മക്കളൊക്കെ ജെൻസി വൈബ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം. പിള്ളേരൊക്കെ വലുതായില്ല, അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഓണം. അതെ, പണ്ടൊക്കെ നമ്മൾ എവിടെയും കൊണ്ടുപോയില്ലാണെങ്കിലാണ്. അതെ, പിള്ളേര് വലുതായി കഴിഞ്ഞാൽ നമ്മൾ എവിടെ വിളിച്ചാലും വരൂല. അമ്മ അച്ഛനും പൊക്കോ, ഞങ്ങളങ്ങ് പുറകെ ഫ്രണ്ട്സിന്റെ കൂടെ പുറകെ വന്നേക്കാം. ഓക്കെ, നമ്മുടെ ഇതെന്തായി? ചേന എന്തായി? പുരാണിച്ച് ഇത് വെച്ചെടുക്കാം. നമുക്ക് അടുത്ത സാധനം മിക്സ് ചെയ്താലോ? ഏകദേശം എന്തില്ലേ? ഓക്കെ, അടുത്ത വേവ് കൂടുതലുള്ള സാധനം കായയാണ്. അടുത്തത് ഇപ്പൊ ചേന ഓൾറെഡി ഇട്ടു, ഇപ്പൊ കായാണ് ഇടുന്നത്. കായയുടെ കൂടെ നമുക്ക് ഈ കുമ്പളങ്ങയും ഇനി എല്ലാം ഇടാം. ഇനി എല്ലാം ഒരുമിച്ച് പടവലങ്ങയൊക്കെ. ഏറ്റവും കൂടുതൽ വേവ് സമയം ചേനയാണല്ലോ. ഓക്കെ, ചേച്ചിക്ക് ഏതാ ഫേവറേറ്റ് സദ്യയില്? അത് മാത്രം ചോദിച്ചില്ല, ബോബൻ സാറിന്റെ പിള്ളേരുടെ സദ്യയിലെ എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എന്നാലും ഒരു ഫേവറേറ്റ് ആയിട്ട് എനിക്ക് അവിയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിയലാണ്. ഓലനുമാണ് ഫേവറേറ്റ്. അത് അമ്മ ഉണ്ടാക്കി തരുന്ന ഉണ്ടായിക്കോളും. പക്ഷെ നമ്മൾ പറയില്ലേ നമ്മുടെ അമ്മമാരുടെ ഒരു കൈപ്പുണ്യം എന്ന് പറയില്ലേ, അമ്മ ഉണ്ടാക്കി തരുന്നതിന് ഒരു പ്രത്യേക സ്വാദല്ല. നമ്മളിനി എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അവരുടെ കൈ കൊണ്ട് ഉണ്ടാക്കി തരുന്ന. ഇപ്പൊ ഞാൻ തന്നെ ഷൂട്ടിന് ട്രിവാൻഡ്രത്തായിരിക്കും മിക്കവാറും. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷം വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ പറയും ഭർത്താവ്, ഭാര്യയുടെ കൈ കൊണ്ട് കഴിച്ചിട്ട് എത്ര നാളായി, അമ്മ വല്ലതും ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കും. ആ സോപ്പിലല്ലേ നമ്മളങ്ങ് വീണു. അതെ, അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കും, ഭർത്താവിന്റെ കൈ കൊണ്ട് ഞാൻ എന്നാണ് കഴിക്കുന്നതെന്ന് ചോദിക്കും. കാരണം ജനറേഷൻ മാറിയല്ലോ. പണ്ടാണല്ലോ ഭാര്യമാർക്ക് മാത്രമേ ഡിപ്പെൻഡ് കൊടുക്കുന്നത്. ഇപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാരും കൈകാര്യം ചെയ്യണം. ക്വാളിറ്റി ആയി മാറി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് മസാലകൾ ഇട്ടാലോ? ഏതാ ആദ്യം? മുളക് പൊടി, മഞ്ഞപ്പൊടി. ഓക്കെ, ഈസ്റ്റേണിന്റെ മുളക് പൊടിയാണ്. യെസ്, ഈസ്റ്റേണിന്റെ മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ ഈസ്റ്റേണിന്റെ മുളക് പൊടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ചേച്ചി അളവ് അനുസരിച്ച് കിട്ടോ? ആദ്യമൊക്കെ നമുക്ക് ഈ സ്പൂണും കാര്യങ്ങളൊക്കെ വേണം കുക്കിംഗ് തുടങ്ങുന്ന സമയത്ത്. പിന്നൊരു മനോധർമ്മം. ഓക്കെ, എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇതില് എരിവിന്റെ ബേസ് ശരിക്കും പറഞ്ഞാൽ കുരുമുളക് പൊടിയാ. അതാണ് ആ ഫ്ലേവറാണ് കേറി നിൽക്കുന്നത്. അതും ഈസ്റ്റേണിന്റെ കുരുമുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മൊത്തം ഇന്ന് ഈസ്റ്റേൺ രുചിയോണ ആകുമ്പോഴത്തേന് ഈസ്റ്റേൺ ഇല്ലാത്തൊരു കളി നമുക്കില്ല. ഓക്കെ, ഇനി നമുക്ക് ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടി. യെസ്, ഈസ്റ്റേൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത് മനോധർമ്മം പോലെയല്ല, വളരെ കുറച്ച്. കാരണം നമുക്ക് ആ യെല്ലോ കളർ ആവശ്യമില്ല. കൂട്ടുകാരെ കണ്ടിട്ടില്ലേ, ഒരു ബ്രൗണിഷ് കളർ. യെല്ലോ അധികം വേണ്ട. പിന്നെ ഈ ചേരുവകളൊക്കെ ഉണ്ടായിട്ട് ഒരു സാധനം ഇട്ടില്ലെങ്കിൽ കൊളാവുന്നൊരു സാധനം ഉണ്ട്. എന്താ? ഉപ്പ്. എല്ലാം ഇട്ടു, ലാസ്റ്റ് ഉപ്പിട്ടില്ലെങ്കിൽ ആവശ്യത്തിന്. പക്ഷെ ഞാൻ കുറച്ച് ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്ന കൂട്ടത്തില.
നമുക്ക് ഇനി കുറച്ചു നേരം അടച്ചു വെക്കാം അല്ലെ? ഓക്കെ, നമുക്കത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. എന്താ ചേച്ചിക്ക് വെജിനോടാണോ നോൺ വെജിനോടാണോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് സദ്യ വിഭവം, എനിക്ക് നല്ല വെജ് ഉണ്ടെങ്കിൽ നോൺ വെജിനോട് വലിയ രീതിയില്ല. ഫിഷ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ്. ചിക്കനോട് അങ്ങനെ അത്ര ഓക്കെ ആണ്. പക്ഷെ ഇപ്പം ചിക്കനും ഫിഷും വെച്ച് കഴിഞ്ഞാൽ ഐ പ്രിഫർ ഫിഷ്. പക്ഷെ നല്ല സദ്യ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ചാടും. ഇപ്പൊ ചില കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാല് ഹസ്ബൻഡ് ഇതുപോലെ വാ നമുക്ക് പോവാം പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ദേഷ്യം വരും. സദ്യ കഴിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇല്ലാണ്ടാക്കുന്നത്. സദ്യ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പൊ ചേച്ചിയുടെ ഒരു 4 വരി പാട്ട് കേട്ടാൽ കൊള്ളാന്ന് പ്രേക്ഷകരുടെ പ്രേക്ഷകരുടെ മനസ്സ് ഞാൻ വായിച്ചു. അപ്പൊ പ്രേക്ഷകർ പറഞ്ഞു ചേച്ചിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കും. യെസ്, ഞാൻ കേട്ടിരിക്കുന്നു. ഒരു 4 വരി പാട്ട് മനസ്സ് വായിക്കുന്നത് നേരത്തെ അറിഞ്ഞിരുന്നു, പഠിച്ചിട്ട് വരായിരുന്നു. അപ്പൊ ഞാനും പ്രഷറും തമ്മിൽ ആ ഒരു ബോണ്ടിങ് വന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പ്രഷറുടെ മനസ്സിൽ പെട്ടെന്ന് വായിക്കാൻ പറ്റും. 4 വരി പാട്ടുകാരി എന്ന് എല്ലാരും വിളിക്കുക. ആദ്യത്തെ 4 വരി മാത്രമേ അറിയൂ. ഒരു 4 വരി നമ്മുടെ അമൃത TV പ്രേക്ഷകർക്ക് വേണ്ടി. അപ്പൊ ഈസ്റ്റേൺ രുചിയോണം കണ്ടോണ്ടിരിക്കുന്ന സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ രശ്മി ചേച്ചി നല്ലൊരു 4 വരി പാട്ട്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമരത്തണലോരം, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. എപ്പോഴേ ഇഷ്ടം കൂടി ഫുൾ പാടിയല്ലേ അവിടെ അടുക്കി പിടിക്കും. ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെയാണ് ശ്രദ്ധ. ഇതാണോ ബോബൻ സാറിന് പാടി കൊടുക്കാറുള്ള പാട്ട്? അല്ല, അത് വേറെ. നമുക്കത് വെന്തോന്ന് നോക്കിയാലോ? അതും പ്രേക്ഷകർ ചോദിക്കുന്നുള്ള പോലെ. അത് വേണ്ട, അത് ബോബൻ സാറിന്റെ മാത്രം മതി ആ പാട്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ഇട്ടാലോ? യെസ്, വേവിച്ച് വെച്ച കടല ഇടുകയാണ്. ഓക്കെ, ചൂടുണ്ടോ? ഇല്ല, ഭയങ്കര എക്സ്പേർട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ. ചൂടൊന്നും ഒരു പ്രശ്നം ഇല്ലാത്ത പോലെയാണ്. കുറെ വർഷം അടുക്കളയിൽ നിൽക്കുമ്പം അത്യാവശ്യം ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ട് മാറും. പേടിയൊക്കെ മാറും. പൊള്ളിയോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പണ്ട് അമ്മയുടെ ഒക്കെ കയ്യിൽ സ്ഥിരം ഇവിടെ ഇങ്ങനെ ഓരോ പാച്ചുകളാ, ഇങ്ങനെ ഓരോന്ന് എടുക്കുമ്പോ അവിടെ പൊള്ളി ഇവിടെ പൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ബോബൻ സാറ് കുക്ക് ചെയ്യോ? എന്റെ തല കുക്ക് ചെയ്യും. അതല്ല ഈസിയസ്റ്റ് ജോബ്. ബട്ട് യെസ്, ഈ പറയുന്ന പോലെ കോവിഡ് ഒക്കെ വന്ന് വീട്ടിൽ പെട്ടുപോയില്ലേ, അപ്പൊ ഈ പറയുന്ന പോലെ അത്യാവശ്യം ഹെൽപ്പ് ഒക്കെ ചെയ്യും. പിന്നെ ചായ നന്നായിട്ട് ഉണ്ടാക്കും. വീട്ടില് പിള്ളേർക്ക് ചായ ഇടട്ടെ നിൽക്കും. അച്ഛനാണോ അമ്മയാണോ എന്ന് ചോദിക്കും. അച്ഛനാണെങ്കിൽ എന്നാ പിന്നെ ഞങ്ങൾക്കും കൂടി ചായ എന്ന് പറയും. ഇഷ്ടമാണ്. അപ്പൊ ചായ അത്ര ബോറാണോ ചേച്ചിയുടെ? ബോറെന്നല്ല, പുള്ളിയുടെ അതിനേക്കാൾ മെച്ചപ്പെട്ടതാ. നമുക്കിനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. തേങ്ങയിടാം. ഓക്കെ, കാൽക്കുലേഷനോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ പെർട്ടിക്കുലർ അളവറിയില്ല. നമുക്ക് ഈ അളവിലുള്ള സാധനങ്ങൾക്ക് അളവിലാണ് ഞങ്ങൾ തേങ്ങ എടുക്കുന്നത്. അപ്പൊ നമുക്കൊരു നിങ്ങളും എടുക്കാനായിട്ട്. എനിക്ക് പൊതുവെ കിച്ചണിലെ കുക്കിംഗ് ഇഷ്ടമാണ്. പക്ഷെ അതിന് പ്രിപ്പറേഷനും അതിന് ശേഷമുള്ള ക്ലീനിങ് ഉണ്ടല്ലോ, ഈ 2 ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഇഷ്ടമല്ല. ഇന്നിപ്പോ ഇവിടെ കുക്കിങ്ങിന് എനിക്കൊരു സഹായം ഉള്ളതുകൊണ്ടാണ് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. വേണമെങ്കിൽ എന്നെ വിളിച്ചോട്ടോ. സാറിന്റെ അടുത്ത പ്രൊജക്ട് പ്ലാൻ അതില് പുതുമുഖ നായികനൊക്കെ തേടുന്നുണ്ടെങ്കിലോ അല്ലേ? നന്നായി സഹായിച്ചാൽ അതെ, ഞാൻ നന്നായി സഹായിക്കാൻ. അതുകൊണ്ടല്ലേ പുള്ളിയുടെ വർക്കിന് എന്നെ വിളിക്കണില്ല എന്നുള്ളതാ. നമുക്കപ്പോ അരച്ചാലോ? അരച്ചോ? ഞാൻ സഹായിക്കണോ? ഇത് ഞാൻ തിരിച്ചോളാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചേച്ചി ഭയങ്കര സ്പീഡായിട്ട് ഫാസ്റ്റിലാണോ കുക്ക് ചെയ്യുന്നത്? കുക്കിംഗ് ഫാസ്റ്റ് ആണ്. ആണല്ലേ? എന്റെ അമ്മ പറയും. അവള് തുടങ്ങാൻ മടിയാണെങ്കിലും പെട്ടെന്ന് ഫിനിഷ് ചെയ്യും. എനിക്ക് അധികം നേരം അടുക്കള ഇരിക്കുന്ന ഇഷ്ടമല്ല, ചൂട് സഹിക്കാൻ. അപ്പൊ ഓണസദ്യയൊക്കെ എത്ര ടൈമിനുള്ളിൽ കുക്ക് ചെയ്ത് കഴിയും? ഞാൻ ഒറ്റയ്ക്ക് ഒരു തവണ മാത്രമേ സദ്യ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതായത് നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് പുത്തനച്ചി പുറപ്പുരം തൂക്കുന്നൊക്കെ പറയുന്ന പോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സദ്യ. അപ്പൊ എത്ര ടൈം കൊണ്ട് എല്ലാ അത് രാവിലെ തുടങ്ങിയതാ. കാരണം നമ്മൾ ഈ എല്ലാ വിഭവങ്ങളും ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ടാസ്ക് ആണല്ലോ. അപ്പൊ തലേന്ന് ഉണ്ടാക്കേണ്ട ചില സാധനങ്ങളൊക്കെ
തലേന്നുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ഓക്കെ, സ്പൂൺ വേണം. ഇത് മാറ്റണം. കണ്ടോ, എന്നെ പോലെ ഇത്ര നല്ല സഹായി എന്താ ആൻസറിനുള്ള സഹായി. അതെ, ഓക്കെ, സ്പൂൺ. നമുക്കിത് സ്ഥിരാക്കിയാലോ? അതെ, വരാ ഞാൻ. ചേച്ചിയുടെ പുതിയ വിശേഷങ്ങൾ കേൾക്കട്ടെ. എന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം സീരിയൽസ് ചെയ്യുന്നുണ്ട്. അപ്പം ഷൂട്ട് സംബന്ധിച്ച് മിക്കവാറും തിരുവനന്തപുരത്ത് തന്നെയാണ്. അതുകൊണ്ട് വീട്ടുകാർ സമാധാനത്തോടെ ജീവിക്കുന്നു. കൊച്ചിയിലേക്ക് അങ്ങനെ കാലുകുത്താറില്ല. വല്ലപ്പോഴൊക്കെ കാണുമ്പോ ഒരു സന്തോഷവും വന്നല്ലോ, ഒരു സന്തോഷം അല്ലേ. ഇപ്പൊ സീരിയലിലേക്ക് ഇങ്ങനെ നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്യും, പിന്നെ പാവം പിടിച്ച ഒരു അമ്മയുടെ റോള് ചെയ്യും. ഏത് ചെയ്യാനാ കുറച്ചും കൂടി ഇഷ്ടം? എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ഇതിനകത്ത് എന്താ പറയുക, നമ്മൾ പറയില്ല, ഒരു ലേബിളിൽ അറിയപ്പെടാൻ ഇഷ്ടമല്ല. അപ്പൊ ഒരു പ്രോജക്റ്റ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു നെഗറ്റീവ് സാധനം ചെയ്യുന്നെങ്കിൽ അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണെന്ന് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, കാരണം ഇപ്പൊ കണ്ട അവരൊക്കെ വെറുക്കരുതല്ലോ അടുത്ത പ്രോജക്റ്റ് വരുമ്പോ. അല്ല, നമ്മള് നെഗറ്റീവ് സാധനം ചെയ്യുമ്പോ പ്രേക്ഷകർ നമ്മളെ വെറുത്താൽ മാത്രമേ ആ ക്യാരക്ടർ വിജയിച്ചുള്ളൂ എന്ന് പറയും. വീട്ടുകാരെ തന്നെ പേടിച്ചു പോയിട്ടുണ്ടോ? വീട്ടുകാർ പേടിച്ചു പോയിട്ടുണ്ടോ? അച്ഛനമ്മയ്ക്കും തന്നെ ബേസിക് സ്വഭാവം അറിയാം. എവിടം വരെ പോകും വീട്ടിൽ. പക്ഷെ ചില സമയത്ത് ഡയലോഗ് അടിക്കും പോകുമ്പോൾ പറയും, അതെ സീരിയലിലുള്ളത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരണേന്ന് പറയും. കാരണം സീരിയൽ നമ്മളൊരു ലോങ് റണ്ണിൽ ഒരു ക്യാരക്ടർ, അപ്പൊ അതിന്റെ അംശമൊക്കെ ചില സമയത്ത് ഇത് ഓൾമോസ്റ്റ് ഇതിന്റെ ബേസ് നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിന്റെ മുകളിലുള്ള ഒരു വറവാണ്, അത് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ പ്രേക്ഷകർ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നത്. എനിക്ക് പ്രേക്ഷകരാണ് വലുത്. പ്രേക്ഷകർ നമ്മളെ വിട്ട് എവിടെ പോവാനാ? വിശേഷങ്ങളൊക്കെ കേട്ടിരിക്കുന്നുണ്ടോ? അപ്പം ഓക്കെ, അടുത്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള വറവിടണം. പാൻ ചൂടായി. ഓക്കെ, പിന്നെ അടുത്തത് എണ്ണ ഒഴിക്കുന്നു. പറയണേ, സ്റ്റോപ്പ് പറഞ്ഞാലാട്ടോ ഞാൻ നിർത്തുള്ളൂ. മതി. ഓക്കെ, അതിലേക്ക് കടുകെടുക്കൂ. അപ്പൊ കടുക് പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത് വറ്റൽമുളക് ഇടാം. എന്ത് സംഭവിക്കും? കടുക്, കുഞ്ഞിന് കുറച്ച് കാര്യങ്ങളൊക്കെ ധാരണയുണ്ട്. ഞാൻ കുക്കൊക്കെ ചെയ്യും. ഓക്കെ, കരിവേപ്പില ഞാനിടും. എല്ലാത്തിലും ഞാനാ കരിവേപ്പില ഇടുന്നത്. എണ്ണ തെറിക്കാതെ നോക്കണം. എണ്ണ ആ സൈഡിലല്ലേ? കണ്ട. ഇനി അടുത്ത് എന്താ ഇടണ്ടേ? അടുത്തതോ സ്റ്റാർട്ടിങ് പറഞ്ഞായിരുന്ന അതിന്റെ മോളിടുന്ന സാധനം എന്താ? തേങ്ങ. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഈ കൊച്ചിന് ഒരു തേങ്ങ അറിയില്ല. കണ്ണൂർ സ്റ്റൈലിലുള്ള കൂട്ടുകറിയാണ് നമ്മൾ വെക്കുന്നത്. നല്ല റോസ്റ്റായി ബ്രൗൺ കളറായിട്ട് വരണം. ഓക്കെ, ചേച്ചിക്ക് അല്ല നേരത്തെ പറഞ്ഞല്ലോ എന്തോ ചെയ്യാൻ ഇഷ്ടമാണെന്ന്. ഇളക്ക് ഇഷ്ടമുള്ള കാര്യത്തിലൊക്കെ ചേച്ചി പ്രോത്സാഹിപ്പിക്കും. ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ. ഞാനെങ്കിൽ സഹായിക്കുന്നതൊക്കെ എവിടെ കിട്ടും ഇങ്ങനെ സഹായിക്കുന്ന ഒരാളെ? ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ക്ലീനിങ് പരിപാടി കൂടി ഏറ്റെടുത്തോളാം. ചെറുതായിട്ട് ഒരു അമ്മായിമ്മ ആകുന്നുള്ള ഒരു ഡൗട്ട്. ഞാൻ പറഞ്ഞില്ലേ, ചില ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് ഇങ്ങനെ ആവേശിച്ച് വരും. ഏത് സീരിയൽ കഥാപാത്രം അല്ല, ഇപ്പൊ ചെയ്യുന്നതൊക്കെ നല്ല അമ്മായി, സ്നേഹമുള്ള അമ്മായിയമ്മയാണ്. അതിന്റെ ഇതാണ് എന്റെ അടുത്താ കാണിക്കുന്നത്. ഇപ്പൊ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ, തേങ്ങ മൂക്കുന്ന. അപ്പൊ എന്ത് മനസ്സിലാക്കാം, നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കൂട്ടുകറി എത്തി എന്ന് മനസ്സിലാക്കാം. പൊട്ടിത്തെറി സൗണ്ട് ഒക്കെ കേൾക്കണ്ടല്ലോ. മതി എന്നെ എണ്ണയിലിട്ടിട്ട് പറയുന്നത്. വേദനിപ്പിക്കാൻ പോകണ്ട. അപ്പൊ നമ്മൾ സെറ്റാണ് സാധനം. ഇനി നമുക്കിത് ഇതിലേക്ക് ഇടണം. ഓക്കെ, അപ്പോ ഈസ്റ്റേൺ രുചിയാണ് പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചറിൽ കൂട്ടുകറിയാണ് രശ്മി ചേച്ചി ഇന്ന് നമുക്കായി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ വറുത്ത തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മതിയോ? അത് ഇങ്ങനെ മുകളിൽ കിടക്കും. ഇങ്ങനെ മുകളിലിടുന്നല്ലേ അതിന്റെ ഒരു ഭംഗി. ബിരിയാണിയിൽ ലാസ്റ്റ് മറ്റേ അത് കൂട്ടുകറി എന്ന് പറഞ്ഞാൽ കണ്ണൂർ സ്റ്റൈൽ കൂട്ടുകറി. പക്ഷെ ഇതിന് ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് സാധനം കൂടി ഉണ്ട് നമുക്ക്. നമ്മൾ ഇട്ടില്ല. അതിന്റെ ആ ഒരു എരിവും ഇതും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് എല്ലാവരും ഒരു പിടി പിടിക്കും. കുട്ടി ഇളക്കാൻ ഇഷ്ടമാണല്ലോ, ഇളക്കിക്കും. അബദ്ധത്തിനെ കുറിച്ച് പറഞ്ഞു പോയി. എനിക്ക് ഇങ്ങനെ ചുമ്മാ ഇളക്കുന്നത് ഇഷ്ടമാണ്. നന്നായിട്ട് ഇളക്കിക്കോളൂ കുട്ടി. കണ്ടോ, കുക്കിംഗ് കഴിഞ്ഞു. നമ്മുടെ കൂട്ടുകാരി റെഡിയാണ്. ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് അല്ലെ നല്ല അടിപൊളിയായിട്ട് സെർവ് ചെയ്ത് വെക്കാം. നമുക്ക് സദ്യയുടെ വാഴയിലയില് കൂട്ടുകറി എവിടെ വരുന്നറിയോ? ഈ സൈഡില്, മുകളില് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ആ ഐറ്റംസിന്റെ ഇടയിൽ. ഓക്കെ, ഈസ്റ്റേൺ രുചിയോണത്തിൽ നല്ല അടിപൊളി കൂട്ടുകറി, കണ്ണൂർ സ്റ്റൈൽ കൂട്ടുകറിയാണ് രശ്മി ചേച്ചി നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തത്.
അങ്ങനെ ചേച്ചി നല്ല അടിപൊളി പ്രസന്റബിൾ ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ? അതും ടേസ്റ്റ് ചെയ്യണോ അതോ ഞാൻ ടേസ്റ്റ് ചെയ്യണം? അവിടെ എന്റെ എക്സ്പ്രഷനിൽ നിന്ന് പിടിക്കാൻ നിൽക്കാണ്. ഓക്കെ, സെറ്റല്ലേ? സെറ്റാ. എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല തേങ്ങയുടെ ടേസ്റ്റ്, നല്ല അടിപൊളി കണ്ണൂർ സ്റ്റൈൽ. ഇതാ അല്ല ശകലം ശർക്കര ഇടുമ്പം നമുക്ക് ആ കുരുമുളകിന്റെ എരിവും ഈ മധുരം കൂടി ഒരു ബാലൻസിങ് ആക്ട് വരും അതില്. സൂപ്പർ. ശർക്കര അങ്ങനെ പൊതുവെ എല്ലായിടത്തും ഇടുവോ? പക്ഷെ നല്ല മധുരം ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് തന്നെ നമ്മള് കേരളത്തിന്റെ ഓരോരോ ഏരിയയിൽ ഓരോ രീതിയിലാണ്, മൈൽഡ് ഡിഫറൻസിലാണ് വരുന്നത്. ഇതെനിക്കൊന്ന് കണ്ണൂര്, നമ്മള് കർണാടക ആ ഒരു ഏരിയയിൽ വരുന്നതല്ലേ, അവിടെ സാമ്പാറിലൊക്കെ ഈ വെള്ളം ഇടുമല്ലോ. അപ്പം ഇതിടുമ്പം അതിനൊരു എൻചാൻസ് ചെയ്യുന്ന ആ വെള്ളത്തിന് ടേസ്റ്റ് കയറി നിൽക്കാൻ പാടില്ല. നല്ല എന്താ പറയാ, മിക്സ്ഡ് ആണ്. അതെ, ആവശ്യത്തിന് എരിവ്, ആവശ്യത്തിന് എല്ലാ ആവശ്യത്തിനായിട്ട് നല്ല അടിപൊളി കൂട്ടുകറിയാണ്. എനിക്ക് ഇഷ്ടമായി പറയുന്നതല്ല. അതെ, അടിപൊളി കൊടുക്കുക. താങ്ക് യു. അതെ, അപ്പൊ നമ്മള് പ്രേക്ഷകരും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അതെ, ഈസ്റ്റേൺ രുചിയാണ് പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിന്റെ 5ാമത്തെ വിഭവമാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. രശ്മി ചേച്ചി നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഈ കണ്ണൂർ റെസിപ്പി കൂട്ടുകറി നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് മെസ്സേജസ് ഒക്കെ അമൃത ടിവിയിൽ അയച്ചു തരണേ. ഞങ്ങൾ ഓരോ മെസ്സേജസും നിങ്ങളുടെ ഓരോ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയും നല്ല അടിപൊളിയായിട്ട് കൂട്ടുകറി കണ്ണൂരുകാരിയായ നമ്മുടെ സ്വന്തം രശ്മി ചേച്ചി നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതിന് രശ്മി ചേച്ചിക്ക് ഒരു സമ്മാനം കൊടുക്കണ്ടേ? കൊടുക്കണം. രശ്മി ചേച്ചിക്ക് ഈസ്റ്റേണിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഹാമ്പർ. ഈസ്റ്റേൺ ഈ ഓണവും മധുരിക്കട്ടെ. ഈ ഓണം മധുരമായിരിക്കില്ലേ? അടിപൊളിയാണ്, അടിപൊളിയാണ്. ഈസ്റ്റേണിന്റെ ഈ രുചിയോണത്തിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചതിൽ ഐ ആം സോ താങ്ക്ഫുൾ. ഓക്കെ, അപ്പൊ വളരെയധികം സന്തോഷം. അപ്പൊ പിള്ളേരോടും ബോബൻ ചേട്ടനോടും വീട്ടിലെല്ലാരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുക. പ്രത്യേകിച്ച് അമൃത ടിവിയുടെ ഓണാശംസകൾ പറയുക. ഓക്കെ, അപ്പൊ വീട്ടില് സഹായിക്കാൻ വരുമല്ലോ? വരും, ഉറപ്പായിട്ട് വിളിച്ചാ മതി. ഇത് കഴിയാ ഞാൻ ചേച്ചിയുടെ ഒപ്പം അങ്ങ് വരുന്നതായിരിക്കും. കൊണ്ടുപോകും എന്നെ കൂടെ? തീർച്ചയായിട്ടും. ഓക്കെ, ഞങ്ങളുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അമൃത ടിവി ഓണം വന്നേ. കളർഫുൾ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് എന്ത് ഡിഷാണ്? ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ക്യാബേജ് ഉപ്പേരി. ക്യാബേജ് ഉപ്പേരി അല്ല, തോരൻ. അയ്യോ, തോരൻ. സ്നേഹം കേട്ടോ, അതിന് കുറച്ച് സ്നേഹം. അതല്ല സ്നേഹം, പിന്നെന്ത് സ്നേഹം? ഉപ്പ് സ്നേഹം. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ.